അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴവും കൂടെ ചവ്വരിയും ചേർത്തുള്ള ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. പെട്ടെന്ന് ഗസ്റ്റുകൾ വരുമ്പോഴോ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചവ്വരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് നല്ല രീതിയിലൊന്ന് കുതിർത്തെടുത്തിരിക്കുന്ന ചവ്വരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഞാനിത് സാധാ വെള്ളത്തിലല്ല വേവിച്ചെടുക്കുന്നത്, തേങ്ങാപ്പാലിലാണ് കേട്ടോ. അതായത് 2ാം പാലിലാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഈ പാൽ ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ സ്റ്റൗ ഓണാക്കുന്നത്. സ്റ്റൗ ഓണാക്കി നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. 2ാം പാലിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഇത് ചുവട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാലിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ പായസത്തിനൊരു പ്രത്യേക കൊഴുപ്പും രുചിയും ഒക്കെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാമോളം ശർക്കര, അതായത് നമുക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടുള്ളത് അത്ര എടുക്കാം കേട്ടോ. ഞാൻ അതും എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. നമ്മളെ ചവ്വരി നമ്മൾ മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ശർക്കരയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇവിടെ മെൽറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചവ്വരിയും തേങ്ങാപ്പാലിൽ കിടന്ന് നല്ല രീതിയിൽ ഒരു കണ്ണാടി പരുവത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം നല്ല ഓയിൽ വെച്ചതിന് ശേഷം നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ അത് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാവേ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാലും ഈ ശർക്കരയും ചവ്വരിയായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക, ചവ്വരി നന്നായി വെന്ത ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാവൂ, ഇല്ലെങ്കിൽ ചവ്വരി കട്ടിയായി പോകും കേട്ടോ. ഇനി ഇതൊന്ന് ഈ ലോ ഫ്ലെയിമിൽ തന്നെ കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ചവ്വരിയും തേങ്ങാപ്പാലും ശർക്കരയും കിടന്ന് ഒരു ലോ ഫ്ലെയിമിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഒരു പിഞ്ചോളം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ശർക്കരയുടെ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനും പായസത്തിന് കൂടുതൽ രുചി നൽകാനും സഹായിക്കും. ഇനി ഈ ഒരു ടൈമിലേക്ക് ഞാനൊരു 4 ഏലയ്ക്ക ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണേ. പായസത്തിന് ഒരു പ്രത്യേക ഫ്രഷ്നെസ് കിട്ടാൻ ഏലക്കയുടെ മണം അത്യാവശ്യമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് നമ്മൾ നെയ്യിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത 2 പഴുത്ത ഏത്തക്കയാണ് കേട്ടോ. ഇതാണ് ഇതിൽ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏത്തക്ക കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞാനിവിടെ 2 മീഡിയം സൈസ് ഏത്തക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ പഴമൊക്കെ ശർക്കര പാനിയിലും ചവ്വരിക്കൊപ്പം ഇരുന്ന് അല്പനേരം കൂടി ഒന്ന് തിളയ്ക്കണം. എങ്കിലേ ആ ശർക്കരയുടെ മധുരമൊക്കെ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. 1ാം പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ തിളയ്ക്കാനായിട്ട് വിടരുത്, പിരിഞ്ഞു പോവും. സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ ഈ 1ാം പാലൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 1ാം പാലൊക്കെ ഇവിടെ നല്ല രീതിയിലൊന്ന് ചെറുതായി ചൂടായി കിട്ടുന്നുണ്ട്. ഈ ടൈമിലേക്ക് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പായസം ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുക. ഇതിനെ ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പായസം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നല്ല രീതിയിൽ തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ബൗളിൽ ഒഴിച്ച് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ നമ്മുടെ പായസമൊക്കെ ഇവിടെ നല്ല രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ ബൗളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ പായസം ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ തയ്യാറാക്കി എടുക്കാം. വൈകുന്നേരത്തെ സ്നാക്സിന് വരെ നല്ല ചൂടോടെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ നേന്ത്രപ്പഴം ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൂടെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.